ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മളോടൊപ്പം ഇക്കാലം അത്രയും ആയിരുന്ന കാവൽ മാലാഖയെ ഒന്ന് ഇൻവോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അമ്മയും യേശുവിന്റെ അമ്മയും പ്രത്യേകരമായി ശാലോമിന്റെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ വിളിച്ചപേക്ഷിച്ചു നമ്മളോടൊപ്പം നമുക്ക് വേണ്ടിയും പ്രാർത്ഥനയിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേറ്റം വാഴ്ത്തപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മാലാഖമാരുടെ രാജ്ഞി ഗബ്രിയേൽ മാലാഖയും റാഫേൽ മാലാഖയും മിഖായേൽ മാലാഖയും ഞങ്ങൾക്ക് സഹായത്തിന് ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അങ്ങേറ്റം വാഴ്ത്തപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, ഞങ്ങളുടെ സഹായത്തിന് വരണമേ. നീലച്ചേലയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയെ പ്രതി ഞങ്ങളിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേറ്റം വാഴ്ത്തപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 29 മുതൽ വചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രഘോഷിച്ചു. എഫേസർക്കുള്ള ലേഖനം 6-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങള്, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എന്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ നേരെയുള്ള ഭീഷണികളെ അവിടുന്ന് കാണണമേ. യേശുവിന്റെ കരത്തിൻ കീഴില്, അവിടുത്തെ ചെറുകൻ കീഴില് ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിള് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നീണ്ടു നിൽക്കുന്ന, വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവൻ പ്രതിസന്ധികളെ, പർവ്വതങ്ങളെ, അന്ധകാരത്തെ, മതിലുകളെ എപ്പോഴും അഭിമുഖീകരിക്കുന്നുവെന്ന്. മാനവരാശിയുടെ തുടക്കം മുതൽ ബൈബിളിന്റെ ഓരോ താളുകളിലും വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, ഇതാ നമ്മുടെ മുമ്പിൽ അന്ധകാരം, ഭയപ്പെടുത്തുന്ന ഭയാനകമായ മതിലുകൾ, ഇരുട്ട്. എന്നാല് ബൈബിളിൽ ഇത്ര അധികമായി ആവർത്തിച്ചിരിക്കുന്ന മറ്റൊരു വചനവുമില്ല, ഭയപ്പെടേണ്ട എന്നത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ആദ്യം വിളിച്ചു പറഞ്ഞ വചനം ഇതാണ്, do not be afraid. ഭയപ്പെടേണ്ട എന്ന്. സഹോദരങ്ങളെ, ഈ പർവ്വതങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. പർവ്വതങ്ങൾ നമ്മളെ ഭയങ്കരമായി ഭയപ്പെടുത്തും. നമ്മളൊരു കാര്യം ഓർക്കണം, ഈശോ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കിതാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലും മർക്കോസ് 11-ാം അധ്യായത്തിലും 12 മുതലുള്ള വചനങ്ങളിൽ അത്തിവൃക്ഷത്തെ ശപിച്ചു കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയപ്പോൾ ആശ്ചര്യപ്പെട്ട ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, വിശ്വാസത്തോടെ നീ പർവ്വതത്തോട് വെള്ളത്തിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ അവ അങ്ങനെ തന്നെ ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ നീ പർവ്വതത്തോട്, if you tell the mountain to jump in a lake and it will, നിനക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നീ സംശയിക്കാതെ ഈ പർവ്വതത്തോട് നീ വെള്ളത്തിൽ കായലിൽ പോയി ചാടാൻ പറഞ്ഞാൽ അത് ചാടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇത് കണ്ടിട്ട് ഞാൻ ഒരു ദിവസം കണ്ട് എന്റെ മകളിരുന്ന് പ്രാർത്ഥിക്കുന്നത്, കടുകുമണിയോളം വിശ്വാസം തരണമേ കർത്താവേ. വിശ്വാസിക്ക് ഒരു ഗുണമുണ്ട്, അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. വിശ്വസിക്കുന്നവന്റെ ഒരു വലിയ സവിശേഷത ഇതാണ്, അവൻ ഒരു നാളും ഒരിക്കലും അവൻ ഒറ്റയ്ക്കല്ല. അവന് പിറുപിറുപ്പില്ല, അവന് പരാതിയില്ല, അവൻ അതിനെക്കുറിച്ച് പരിഭവിക്കുന്നില്ല, അവൻ അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല. നമുക്കൊന്ന് ചിന്തിക്കുക, പർവ്വതങ്ങൾക്കൊരു വേറൊരു സവിശേഷതയുള്ളതാണ്. നമ്മൾ സംസാരിക്കും തോറും ഈ പർവ്വതം പെരുത്തുകൊണ്ട് വലുതായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പർവ്വതം ക്യാൻസർ ആയിരിക്കാം, ജീവിത പങ്കാളിയുടെ മദ്യപാനമായിരിക്കാം, ഒരു വലിയ കടക്കണിയായിരിക്കാം, മരണമായിരിക്കാം. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പർവ്വതമല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ ഭാര്യയുടെ അനന്തരവൻ മരിച്ച് പെട്ടിയിലോട്ട് കയറി, നാളെ ബേക്കും ശവമടക്കമാണ്. അവളുടെ സഹോദരങ്ങളൊക്കെ പോകുമ്പോ അവൾക്ക് പോകാൻ പറ്റുന്നില്ല. 4 പെൺകുട്ടികളുടെ മാതാവാണ് അവള്. ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങൾ, 4 പേരും രോഗികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തില് നമ്മൾ എപ്പോഴും എവിടെയും പർവ്വതങ്ങളെ, മതിലുകളെ, അന്ധകാരത്തെ അഭിമുഖീകരിക്കുന്നു. ഭൂമി ഉരുവാകും മുമ്പ്, സഹോദരങ്ങളെ, ദൈവം സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജ്വലിച്ചിരുന്ന പ്രകാശമാണ് ദൈവം. ഹല്ലേലൂയ. സൂര്യനല്ല പ്രകാശം, ദൈവമാണ് വെളിച്ചം. ദൈവം കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? അന്ധകാരത്തോട് കൽപ്പിച്ചു, ലെറ്റ് there be light. നിങ്ങൾ നോക്കുക, അന്ധകാരത്തോടാണ് ദൈവം കൽപ്പിക്കുന്നത് പ്രകാശത്തെ അനുവദിക്കുക എന്ന്, പ്രകാശം ഉണ്ടാകട്ടെ എന്ന്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയോട്, ഈ പർവ്വതത്തോട്, ഈ പിശാചിന്റെ ഈ രൂപത്തോട് നിങ്ങൾ ഇപ്പോൾ കൽപ്പിക്കണം, വഴിമാറുക സാത്താനെ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൽപ്പിക്കുവാനൊരു ധൈര്യം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാവണം. നമുക്കറിയാം, ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കടന്നു ചെല്ലുമ്പോ മുമ്പിൽ ഒരു വലിയ പർവ്വതം ചെങ്കടല്, പുറകിൽ അതിലും വലിയ പർവ്വതം ഫെറോയും സൈന്യവും. ഒരു കാര്യം ഓർക്കണം, പർവ്വതങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യത്തിലും ദൈവം അതിനൊരു പ്രതിവിധി തൊട്ടടുത്ത് തന്നിട്ടുണ്ട്. മോശയുടെ കയ്യില് അഭിഷേകത്തിന്റെ വടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടല് കടന്ന് അക്കരെ ചെന്നപ്പോ 3 ദിവസത്തെ യാത്ര വെള്ളമില്ല. വെള്ളത്തിലൂടെ കര പോലെ നടന്നവൻ മണലിൽ ചെന്നപ്പോ 3 ദിവസത്തേക്ക് വെള്ളമില്ല. അപ്പൊ കണ്ടുകിട്ടിയ വെള്ളമോ? കൈക്കുന്ന വെള്ളം. അതിനെ അവർ വിളിച്ചു മാറായിലെ ജലമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടിക്കാൻ കൊള്ളാത്ത കൈക്കുന്ന വെള്ളം. സഹോദരങ്ങളെ നോക്കുക, തൊട്ടടുത്ത് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു തടിക്കഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അത് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോഴോ അവിടെ വലിയ ഒരു വൻമതില്. നമുക്കറിയാം, ജെറീക്കോ മതില. നമ്മൾ വിചാരിക്കുന്നു ജെറീക്കോ മതിലിന് മുറ്റും നമ്മൾ സ്തുതിച്ചപ്പോഴാണ് അത് വീണെന്ന്. അല്ല, ദൈവം കൃത്യമായി ജോഷുവയിലൂടെ പറഞ്ഞ കാര്യം ഇതാണ്: 6 ദിവസം ഇതിന് ചുറ്റും നടക്കണം, ശബ്ദിച്ചു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനറിയാം. നമ്പർ 21, സംഖ്യ 11-ാം അധ്യായത്തില് പിറുപിറുക്കുന്ന ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ മതി, എല്ലാരും കൂടെ കൂടും. നമുക്ക് വെളുത്തുള്ളി ഇല്ല, പോമോഗ്രാനറ്റ് ഇല്ല. അവിടെ ആണെമ്പോ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സുഭിക്ഷ ഭക്ഷണം അടിമത്തത്തില്. ഹല്ലേലൂയ. ഓരോ ദിവസവും മന്ന തരുന്നത് കാണുന്നില്ല, കാടപ്പക്ഷിയെ തരുന്നത് തിരിച്ചറിയുന്നില്ല. പിറുപിറുത്ത് കഴിയുമ്പോൾ ഒരു ഗുണമുണ്ട്, എല്ലാരും കൂടെ കൂടും. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിനക്ക് വിശ്വാസത്തോടെ ശബ്ദിക്കാൻ പറ്റില്ലെങ്കിൽ നിന്റെ വായ മൂടുക. ഇന്ന് സഹോദരൻ പറഞ്ഞില്ലേ, പ്രത്യാശയുടെ വാക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ വായ അടയ്ക്കുക, ദൈവവചനത്തിലേക്ക് തിരിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സംസാരിക്കട്ടെ, പ്രത്യാശയുള്ള ദൈവത്തിന്റെ വചനം സംസാരിക്കട്ടെ. പരിഭവിക്കരുത്. ഈ മതിലിനെ കുറിച്ച് നോക്കുക, അവരെന്തൊക്കെ വിചാരിച്ചു കാണും? 6 ദിവസം മിണ്ടാതെ നടക്കുക, വീണ്ടും പൊടി തിന്നുക. 40 വർഷം മണ്ണ് തിന്നിട്ട് വീണ്ടും നീ ശബ്ദിക്കാൻ പോലും അവസരമില്ലാതെ അതിന്റെ ചുറ്റും നടക്കുക. 7-ാം ദിവസമാണ് ഉച്ചത്തിൽ ആർപ്പ് വിളിക്കാൻ പറയുക. ഹല്ലേലൂയ. പിറുപിറുക്കുന്ന ജനത്തിന്റെ വായ അടയ്ക്കാൻ ദൈവം ഒരു അവസരം കൊടുത്തു. നിങ്ങള്
പിറുപിറുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് വായടയ്ക്കാൻ സാധിക്കണം. ദൈവത്തിലേക്ക് തിരിയാൻ സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ വരുമ്പോൾ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ് ക്യാൻസറിനെ വഷളാക്കരുത്. കുടുംബത്തിൽ മദ്യപാനം നടക്കുമ്പോൾ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞ് ഭയത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നിരാശയുടെ വചനങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളെ ഡിപ്രഷൻ ഉണ്ടാക്കി വെക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുമെങ്കിൽ ഒരു കാര്യം പറ, ഇതും എന്റെ നന്മയ്ക്കാണ്. ഇത് പറയുമ്പോ ഞാൻ മറന്നിട്ടില്ല എന്റെ ജീവിതത്തിലെ വലിയൊരു പർവ്വതം. ഞാന് 99 ഒരു കുമ്പസാരത്തില് ഈശോയെ വചനം കേൾക്കാനിടയായി. ഞാന് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ധരിച്ചിരുന്നു. ഞാൻ വചനം വായിച്ചിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിരുന്നു. ഞാൻ ആരും കാണാതെ ദേവാലയത്തിന് ചുറ്റും നടന്ന് പരിത്യാഗം മുട്ടുതിന്മേൽ നടന്നിരുന്നു. എല്ലാ നോയമ്പും കർശനമോടെ നോക്കിയിരുന്നു. ആണ്ട് കുമ്പസാരം നടത്തിയിരുന്നു. ഞാൻ ഓർത്തു ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്. ഞാൻ ഓർത്തു ഞാനൊരു വിശുദ്ധനാണ്. എന്നാൽ ഇന്ന് സഹോദരൻ ചോദിച്ച വചനം 999 അമേരിക്കയിലെ കാർ ഇടിച്ചു പോകുമ്പോ ഒരു വിശുദ്ധനായതുകൊണ്ട് വചനപ്രഘോഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ചൊരു ചിന്ത. ഞാൻ ഓർത്ത് കർത്താവ് 30 വയസ്സായി, ഇനി ഒരു 30 വയസ്സൂടെ ജീവിച്ചാൽ എന്റെ മാതാവ് ഗ്രാൻഡ് പേരൻസ് ഒക്കെ 60 മരിക്കുകയാണ്. ചുറ്റും നോക്കിയപ്പോ 55 റിട്ടയർ ആവുന്നവരൊക്കെ 60 ഡിപ്രഷൻ മരിക്കുക. അപ്പൊ 60 ഇനി ഒരു 30 വർഷം ജീവിച്ചാൽ അതൊരു 10,000 ദിവസം കൂടെ. ഹല്ലേലൂയ. എന്റെ ദിവസങ്ങൾ എനിക്ക് എണ്ണാവുന്നതേ ഉള്ളൂ. സ്നേഹനിധിയായ എന്റെ മണവാളനോടൊപ്പം മണവറയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കവും വിശുദ്ധിയും എനിക്കുണ്ടോ? അതായത് ഇന്ന് നമ്മുടെ വിവാഹമാണെങ്കിൽ മണവാളൻ, സ്വർഗീയ മണവാളൻ ഇവിടെ നിൽക്കുമ്പോ ആ മണവാട്ടി നടന്ന് വിവാഹ വസ്ത്രത്തോടുകൂടി മണവറയിലേക്ക് പ്രവേശിക്കുവാനുള്ള വിശുദ്ധി എനിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഇതാണെന്ന് കുഞ്ഞുമൻ ബ്രദർ ചോദിച്ചത്. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഇന്ന് വിശുദ്ധനാകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകുമെന്ന് പറയാം, വിശുദ്ധി കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അസാധ്യമാണ്. നമ്മൾ കേട്ടല്ലോ. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇന്ന് മരിച്ച നമ്മളൊരു വിശുദ്ധനാവും? ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഒരു വിക്ടിമായിരിക്കാം നമ്മൾ. പല പരീക്ഷണങ്ങളിൽപ്പെട്ട് ടെസ്റ്റുകൾപ്പെട്ട് പരാജയപ്പെട്ടവരായിരിക്കാം. സഹോദരങ്ങളെ ഓർക്കുക, ഇത് ബ്രദറിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും മാത്രമല്ല, ഓരോ ടെസ്റ്റും ഒരു ടെസ്റ്റിമണിക്കുള്ള അവസരങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ടെസ്റ്റിമണി ഞാൻ പറയാം. കർത്താവ് പാപമോചനം തന്നു. ഒരിക്കലും വീട്ടാൻ മേലാത്ത കടം നിന്റെ പാപം മോചിച്ചിരിക്കുമെന്ന് പുരോഹിതന്റെ വായിൽ നിന്നല്ല ഞാൻ കേട്ടത്, ഈശോയുടെ വായിൽ നിന്നാണ്. എന്റെ കാതുകളിലല്ല ഞാൻ കേട്ടത്, എന്റെ ഹൃദയത്തിലാണ് ഞാനത് കേട്ടത്. എനിക്ക് വിശ്വസിക്കാൻ മേലാത്ത, ഞാൻ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ സദ്വാർത്ത, എന്റെ പാപം ശപിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അന്ന് കുമ്പസാരിച്ചത് എന്റെ സഹോദരനെ, എന്റെ സഹോദരിയെ, എന്റെ അമ്മയെ, എന്റെ അധ്യാപകരെ ഞാൻ വിഷമിപ്പിച്ചു എന്നുള്ളതല്ല. എന്നെ വിഷമിപ്പിച്ച വ്യക്തികളെ പോലും കുമ്പസാരത്തിൽ, എന്റെ ചെറുപ്പകാലത്തിലുണ്ടായ അബ്യൂസ് പോലും, ചെറിയ വേദനകൾ പോലും, മുളയിലെ ഉണ്ടായ ഓരോ വേദന പോലും ഈശോയുടെ മുമ്പിൽ തുറക്കുകയായിരുന്നു. ഈശോ കരം നീട്ടി സ്പർശിച്ചിടത്തെല്ലാം കരിവുണ്ടായി. ഹല്ലേലൂയ. തുറന്ന് കാണിച്ചതെല്ലാം ഈശോ തൊട്ടിടമെല്ലാം ഹീലിംഗ് ഉണ്ടായി. പാപമോചനം തന്നപ്പോ എന്നിൽ നിന്ന് എന്തോ വിട്ടുപോയി. എനിക്ക് നാവടക്കാൻ മേല. ഹല്ലേലൂയ. കാരക്കരട്ട് എന്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, സംതിങ് ഹാപ്പൻ ടു മീ. ലൈക്ക് വാട്ട്? ഞാൻ കുമ്പസാരിച്ചു. ഓക്കെ, അതിനെന്തെത്ര പ്രത്യേകത? അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നാവടക്കാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹനിധിയായ മണവാളന്റെ സ്വരം കേട്ട് കഴിയുമ്പോ, ഈശോയുടെ സ്വരം കേട്ട് കഴിയുമ്പോ നമുക്ക് എങ്ങനെ ഇങ്ങനെ ആയിരിക്കാൻ പറ്റും? സ്വരം കേട്ട ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വീൽ ചെയറിലല്ല, കർത്താവിന്റെ കരങ്ങളിലാണ് ആ ദാസൻ ഇരിക്കുന്നത് നമ്മൾ കണ്ടറിഞ്ഞില്ലേ? സഹോദരങ്ങളെ, 2.5 വർഷം ഈശോയുടെ സാക്ഷ്യമായിട്ട് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. എന്റെ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. വളരെ വിദഗ്ധമായ ജോലി, ഒരുപാട് ജോലി സാധ്യതകൾ, ഒരുപാട് സക്സസ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം സഫലമാക്കിയ 2.5 വർഷങ്ങൾ. വലിയ സമ്പന്നത, ആത്മീയമായ അഭിവൃദ്ധി. ഒരു ദിവസം തട്ടിന്റെ മേളിൽ കൂടെ നടക്കുമ്പോ, ഈ ഗരാജിന്റെ മുകളിൽ തട്ടിന്റെ മേളിൽ കൂടെ നടക്കുമ്പോ തട്ടുപൊളിഞ്ഞ് നേരെ താഴേക്ക് വീണു. ബ്രദർ കുഞ്ഞുമോനെ പോലെ നട്ടല്ലൊടിഞ്ഞ് 2 കാലം തളർന്നവനായിട്ട് ഞാനിതാ നിലത്ത് കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കുറുന്തൊട്ടിക്ക് വാദമെന്നത് പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് 2 കാലം തളർന്നത് നിലത്ത് കിടക്കുന്നു. ഇത് യാദൃച്ഛികമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ വരുമ്പോഴേ ഞാൻ അറിഞ്ഞിരുന്നില്ല മറ്റൊരു തളർവാദ രോഗി എന്നോടൊപ്പം വചനപ്രഘോഷത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. സർവജ്ഞാനിയായ ദൈവം ഇത് അനാദിയിലെ ഇതാ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ ഈ ദിവസം കണ്ടു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. സക്കേവൂസ് ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ചു. അവനൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവന് പ്രതിസന്ധി? അവൻ ധനാഢ്യനായിരുന്നു. അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടവും ഇവന്റെ ധനവും ഇവന്റെ കുറവുമൊക്കെ ഈശോയെ കാണുന്നവന്റെ തടസ്സമായി അവൻ ആൾക്കൂട്ടത്തെ വിട്ടിട്ട് ഓടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴെ നിന്ന് മുകളിലേക്ക് ഈശോയെ നോക്കുന്നതിന് പകരം മുകളിൽ നിന്ന് താഴേക്ക് ഈശോയെ നോക്കി. നമ്മളും ചിലര് അത്തിവൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നവരാവാം. അഹങ്കാരത്തിന്റെ വൃക്ഷം, ഭയത്തിന്റെ വൃക്ഷം, എന്ത് പർവ്വതത്തിന്റെ മുകളിലോ കീഴിലോ ആണ് നാം ഇരിക്കുന്നത് ഭയന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വിളിച്ചിറക്കുകയാണ്. ഒരു ചോദ്യം, എപ്പോഴാ ഈശോ സക്കേവൂസ് ഈ മരത്തിലിരിക്കുന്നത് കണ്ടത്? ചിലർ പറഞ്ഞു മരത്തിന്റെ കീഴെ വന്നപ്പോ. മിടുക്കനൊരു ചെറുക്കൻ പറഞ്ഞു താഴെ ചെരുപ്പ് കിടക്കുന്ന കണ്ടപ്പോ. യഥാർത്ഥ ഉത്തരം, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ഈശോ സക്കേവൂസ് മരത്തിലിരിക്കുന്നത്. ഇതാ അത്തിവൃക്ഷത്തിന്റെ ഫലമായി ഇതാ ഒരു യൂദയായുടെ മകൻ, ഒരു യഹൂദ ബാലൻ ഇരിക്കുന്നത് അവിടുന്ന് ഈശോ കണ്ടു. ഹല്ലേലൂയ. അവനും ഒരു അബ്രഹാമിന്റെ സന്തതിയാണ്. അവൻ മരത്തിന്മേൽ ഇരിക്കുന്നത് ഈശോ അനാദിയിലെ കണ്ടു. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളായിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നത്, ഇന്ന് ടെലിവിഷൻ നോക്കുന്നത് ഈശോ അന്നേ കണ്ടു. ഈശോയ്ക്ക് ഇന്നലെ ഇന്നും നാളെ ഒന്നുമില്ല, എന്നും ഇന്ന് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കാണ് കഴിഞ്ഞ കാലവും ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും ഒക്കെ. ഈശോയ്ക്ക് എന്നും വർത്തമാനകാലം. അവന്റെ വചനം, അവന്റെ സംസാരം, അവന്റെ വാക്ക് ഇന്നലെയും ഇന്നും എന്തും ഒന്ന് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിനെ വിധിച്ചവൻ, പർവ്വതത്തോട് വെള്ളത്തിൽ വീഴാൻ പറഞ്ഞവൻ ഇന്നും നിന്റെ കൂടെയുണ്ട്, അതിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇല്ലാത്തൊരു കുഴപ്പമാണ് വിശ്വാസം. ഈശോ പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷത്തില്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനാവുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. Would there be faith on the face of earth when a son of man return? Would there be faith on the face of earth when a son of man return? മനുഷ്യപുത്രൻ ആഗതനാകുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ, കാണുമോ എന്ന് ഈശോ ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിറുപിറുക്കുന്ന, ഭയക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് പറയാണ്, സുവിശേഷത്തിന്റെ ജോയ് നിന്റെ മുഖത്തുണ്ടാവണം. ക്രിസ്ത്യാനിക്ക് ഒരു ആനന്ദമുണ്ടാവണം. ക്രിസ്ത്യാനിയുടെ മുഖം സന്തോഷിക്കണം. പരിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, 1 തെസലോനിക്കയുള്ള ലേഖനം 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഫിലിപ്പിയർക്കുള്ള ലേഖനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിൻ. സഹോദരങ്ങളെ, നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതും എന്റെ നന്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതും എന്റെ നന്മയ്ക്കാണ്. ഞാൻ പറഞ്ഞു, ഇനിയുള്ള ജീവിതം വീൽ ചെയറിൽ എന്റെ ദൈവത്തിന്റെ അത്ഭുതകരമായ പദ്ധതിയെ, അത്ഭുതകരമായ അവിടുത്തെ സദ്വാർത്തയെ സഭാമധ്യേ എന്റെ സഹോദരങ്ങളോട് ഞാൻ വിളംബരം ചെയ്യും. അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്റെ പേഷ്യന്റ് റൂമിലാണ്. ഇപ്പൊ ഈശോ പറഞ്ഞു, നീ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കൊള്ളുക. അന്ന് ആ വീഴ്ചയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പരസ്യ ശുശ്രൂഷയ്ക്ക് വരില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ക്യൂബിക്കൽ എല്ലാ ദേവാലയത്തെക്കാൾ കൂടുതൽ വചന ശുശ്രൂഷ കേട്ടിരുന്നു. 20ഓളം രോഗികളോട് ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് സൗഖ്യം മാത്രമല്ല, വിടുതൽ മാത്രമല്ല, അവർക്ക് മാനസാന്തരവും വീണ്ടും ജനനവും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കർത്താവിനെ ശിക്ഷിച്ചതാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. 7 മുതൽ 7 വരെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ മേല, ഐ വാസ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്, മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. സമയം ആരോടും പറയില്ല. വാക്ക് പറയും, സമയം ഒരിക്കലും പറയാറില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ്
ഇസ്രായേൽ ജനം ഒരു വലിയ പ്രതിസന്ധി കണ്ടു. എന്ത് കണ്ടു? ഗോലിയാത്തിനെ കണ്ടു. അവർ ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. ഭയന്ന് വിറച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവും ആകാര വടിവുള്ള സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ദാവീദിന്റെ സഹോദരങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് അധികം പേർക്ക് അറിയാൻ മേലാത്തൊരു ചരിത്രമുണ്ട്. നമുക്കറിയാം, ആരും സ്വന്തം മക്കളെ ആടിനെ മേയ്ക്കാൻ വിടില്ല. ഈശോ പറഞ്ഞു, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ വിടുവോ ആടിന് വേണ്ടി മരിക്കാൻ? ആട്ടിടയന്മാർ കൂലിത്തൊഴിലാളികളാണ്. നമ്മുടെ നാട്ടിലെ ബംഗാളികൾ വരുന്നത് പോലെ, പാണ്ടിക്കാർ വരുന്നത് പോലെ അവർക്ക് പ്രത്യേക ജോലിയാണ്. ഇതുകൊണ്ടാണ് ഈശോയുടെ പിറവിയില് ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ച്, അവർക്ക് ദൂത് ലഭിച്ച് അവരെ അവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. തിരസ്കൃതരാണ്. വേറൊരു തെളിവിതാണ്, സാമൂഹ്യ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ വരുമ്പോൾ ജെസെ എല്ലാ മക്കളെ 7 പേരെ വിളിച്ചു നിർത്തുകയാണ്. അവസാനം ചോദിക്കുക, ഇത്രേ ഉള്ളോ മക്കള്? അപ്പോഴാണ് ഓർത്തത്, കാട്ടില് ആടുമേയിക്കുന്ന ഒരുത്തും കൂടെ എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിളിക്കവന്. ദാവീദിന് വേറൊരു പ്രത്യേകതയുണ്ട്. ദാവീദിന് അറിയില്ലായിരുന്നു ഈ സ്ലിംഗ് ഷോട്ട്, ഈ കല്ലും കവിടയും എന്തിനു വേണ്ടിയിട്ടാണ്. വിശ്വസ്തയോടെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര ചെറിയ ജോലിയായിരുന്നാലും, സഹോദരങ്ങളാലും മാതാപിതാക്കളാലും അവഗണിക്കപ്പെട്ടവനായിരുന്നാലും, തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് ചൂല് പിടിക്കുന്നവനായിരുന്നാലും പേന പിടിക്കുന്നവനായിരുന്നാലും, ശാലോം ശുശ്രൂഷയിലായിരുന്നാലും, ഏത് വചന ശുശ്രൂഷയിലായിരുന്നാലും, 4 പേർ അറിയുന്നവനോ അറിയാത്തവനോ അവഗണിക്കപ്പെട്ടവനോ തിരസ്കൃതനോ ആയിരിക്കാം. കൊച്ചുറസിയെ പോലെ അടച്ച മുറിയിലിരിക്കുന്നവരായിരിക്കാം. ഫ്രാൻസിസ് സേവ്യറെ പോലെ ഏറ്റവും കൂടുതൽ വ്യക്തികളെ മാമോദീസ മുഖ്യ വ്യക്തിയായിരിക്കാം. സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പില് ഒന്നേ ഉള്ളൂ, നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. മദർ തെരേസ പറഞ്ഞില്ലേ, വിശ്വസ്തതയും സ്നേഹവുമാണ് പരിഗണിക്കുക. ഹല്ലേലൂയ. വിശ്വാസം വിശ്വസ്തതയില്ലാതെ എങ്ങനെ ഉണ്ടാവും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദിനോട് പറഞ്ഞു, സമയമായി. ദാവീദിനൊരു പ്രത്യേകത. ദാവീദ് ഗോലിയാത്തിനെ കണ്ട് ഭയന്ന വാക്കല്ല പറഞ്ഞത്. എന്തു പറഞ്ഞു? വിശ്വാസത്തോടെ പർവ്വതത്ത് പറഞ്ഞു, നീ നാളെ ഇവിടെ കാണില്ല. പ്രൈസ് ദി ലോർഡ്. I will feed you to the birds. നീ നാളെ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. നീ ദൈവത്തിന്റെ സഭയെ നീ അധിക്ഷേപിക്കുന്നുവോ? അപരിച്ഛേദൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദിന് ഒരു കാര്യം അറിയാം, ദാവീദിന്റെ ദൈവം സർവശക്തനാണെന്ന് ദാവീദ് വിശ്വസിച്ചു. നമ്മൾ വിശ്വാസ പ്രമാണം വിശ്വാസികൾ ഏറ്റുപറയും. സർവശക്തിയുള്ള പിതാവായ ഏക ദൈവത്തില് പിതാവാണ്, സർവശക്തനാണ് വിളിച്ചു പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യ വഴി ഇതാണ്. ദൈവം സർവശക്തനാണ്, ആ ദൈവം എനിക്ക് പിതാവാണ്, ഞാനൊരു ദൈവ പൈതലാണ്. ആണോ? ആണെങ്കിൽ പിന്നെ എന്തിനാ ഈ പർവ്വതത്തെ കണ്ടിട്ട് ദൈവത്തോട് ദാ ഒരു മൈറ്റി മൗണ്ടൻ എന്നൊക്കെ പരാതി പറയുക? ഈ പർവ്വതത്തോട് പറയുക, എനിക്കൊരു സർവശക്തനായ ദൈവം, ഒരു മൈറ്റി ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ശക്തിയാൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും, ഈ പാറമേൽ ഞാൻ കയറി നിൽക്കും. ഹല്ലേലൂയ. നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുന്നുള്ള തിരുവചനം സഹോദരങ്ങളെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഈ പർവ്വതങ്ങൾ, ഈ അന്ധകാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർത്ത് വരുമ്പോ സൗഖ്യത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും ഒരുപോലെ പ്രസംഗിക്കണമെന്ന്. എന്തിനാ സഹനത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടത്? സഹനത്തെക്കുറിച്ച് സാക്ഷ്യം പ്രസംഗത്തെക്കാൾ കൂടുതൽ കണ്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സൗഖ്യം എന്നത് ശാരീരിക സൗഖ്യമല്ല, നട്ടുംപോട്ട് വിട്ടിരിക്കുക. ചെറിയ ബലം മാത്രമുണ്ട്, വേദനയില്ലാത്ത നിമിഷങ്ങളില്ല. എന്നാൽ വേദന അറിയാത്ത നിമിഷങ്ങളാണ് ഭൂരിപക്ഷവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിക്കുന്നവനോട് ചേർന്നിരിക്കുമ്പോൾ, കൊളോസ്യർ 1:24 ചേർത്ത് വെക്കുമ്പോൾ, സഭയാകുന്ന ക്രിസ്തുവിന്റെ സഹനങ്ങളോട് എന്റെ സഹനങ്ങൾ ചേർത്ത് വെച്ച് അതിന്റെ യേശുവിന്റെ പീഡനങ്ങളുടെ സഹനങ്ങളുടെ കുറവ് നികത്താൻ, കുറവുണ്ടായിട്ടല്ല, എനിക്ക് ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്, സഭയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവസരം തരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ മാർപ്പാപ്പ പറയുകയാണ്, പത്രോസ്ലീഹ പറയുകയാണ്, 1-ാം ലേഖനത്തിന്റെ 3-ാം വചനം, 4-ാം അധ്യായം പറയുകയാണ്, വിവിധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ ആ സഹനം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ക്രിസ്തുവിന്റെ സഹനം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത്, സംശയിക്കരുത്, വിശ്വാസത്തോടെ ദൈവത്തോടെ ജ്ഞാനം ചോദിക്കുക. ഹല്ലേലൂയ. സംശയിക്കാതെ നീ വിശ്വാസത്തോടെ ചോദിക്കുക. സംശയിക്കുന്നവൻ കടലിലെ തിരമാല പോലെ പൊങ്ങിയും താണും കിടക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി ഒറ്റയ്ക്കല്ല. രണ്ട്, വിശ്വാസം ഒരു കാഴ്ചപ്പാടാണ്. പ്രതിസന്ധികളെ കാണുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് ഓർക്കുക. ഇത് പഴയ നിയമത്തിൽ ദൈവം കൂടെ നടന്നവനാണ്. മോശ ദൈവത്തെ കണ്ടു, സീനായ് പർവ്വതത്തിലെ ദൈവത്തെ അഭിമുഖീകരിച്ചു. ഇറങ്ങി വന്നത് കയ്യിൽ 2 കൽഫലകങ്ങളുമായിട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, 120 പേര് പരിശുദ്ധ അമ്മയോടൊപ്പം ഈ സഹിയോൻ മാളികയിൽ ഇരുന്നപ്പോൾ ഇറങ്ങി വന്നത് ഗ്രന്ഥച്ചുരുളുമായിട്ടല്ല, പിന്നെയോ അവരൊരു ഗ്രന്ഥച്ചുരുളായിട്ടാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്കാണ് കടന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്ത് നിൽക്കുന്ന ദൈവമല്ല ക്രിസ്ത്യാനിയുടെ ദൈവം, ഉള്ളിലുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് അധികം പേർക്കും അറിയാൻ മേലാത്ത ഒരു വാക്കിന്റെ അർത്ഥമുണ്ട്. എന്തെന്നറിയോ? ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന്റെ ഡിക്ഷണറി അർത്ഥം എന്താണെന്നറിയാവോ? മറ്റൊരു ക്രിസ്തു. ശരിയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്, അനുകരിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ്, എല്ലാം ശരി തന്നെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്. പക്ഷെ നമുക്കറിയാൻ മേലാത്തതും പിശാചിന് അറിയാവുന്നതുമായ ഒരു സത്യമുണ്ട്. ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമുഖത്ത് ജീവിക്കണമെന്നാണ് ക്രിസ്തു അഭിലഷിക്കുന്നത്, ദൈവം അഭിലഷിക്കുന്നത്. വിശുദ്ധ കുർബാനയില് ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവൻ ദൈവത്തിന്റെ തിരുജലം ശരീരത്ത് വീണ് ഒരു വിശുദ്ധനായി ദൈവം പ്രഖ്യാപിച്ച് പുതിയ പേര് തന്ന് കാനനൈസേഷന് പുതിയ ഡേറ്റ് എടുത്ത് ആ ഡേറ്റും എഴുതി വെച്ച് ഒരു സ്വർഗത്തിലെ ഒരു അകത്തളം പണിഞ്ഞു വെച്ച് ഒരു കിരീടം കസ്റ്റം ബെൽറ്റ് ഉണ്ടാക്കി അതിനുള്ള കുരിശുകളും സഹനങ്ങളും അനുവദിച്ച് വിശുദ്ധനായി വിശുദ്ധയായി വരുമെന്ന് ദൈവം നിങ്ങളിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്, ദൈവത്തിന് നിങ്ങളിൽ വിശ്വാസമുണ്ട്. ഇപ്പോഴും ആ കള്ളനെ പോലെ തിരിച്ചു വരാൻ അവനെ വിളിക്കുന്ന പേരാ നല്ല കള്ളൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ പേരാ നല്ല കള്ളൻ? വലതുവശത്ത് കിടന്നവന്. ശരിയാ, ബൈബിള് പറയുന്നില്ല വലത്തല്ല ഇടത്താന്നൊന്നും. നമുക്കറിയാം വലതുവശത്ത് നല്ലവനാണ്. ഹല്ലേലൂയ. കണ്ടു നിന്ന സാക്ഷികളെ ട്രഡീഷൻ അങ്ങനെ പറയുന്നുണ്ട്. വലതുവശത്ത് നിന്ന് കള്ളൻ. എന്തിനാ അവനെ നല്ല കള്ളൻ എന്ന് പറയുന്നത്? അവസാന നിമിഷത്തിലാണെങ്കിലും അവൻ പറുദീസ അടിച്ചു മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞു, ബലവാൻ ബലം കൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കും, ധനവാൻ ധനം കൊടുത്ത് സ്വർഗരാജ്യം കരസ്ഥമാക്കും, വ്യാപാരി വ്യാപാരം ചെയ്ത് വ്യവസായം ചെയ്ത് സ്വർഗരാജ്യം കരസ്ഥമാക്കും, കള്ളൻ മോഷ്ടിച്ചു മാറ്റും. ഹല്ലേലൂയ. മോഷ്ടിക്കുന്നത് നല്ല കാര്യങ്ങൾ മോഷ്ടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഷണം ഒരു നീതീകരണമാണെങ്കിൽ പറുദീസ മോഷ്ടിക്കുന്നത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ചത് പറുദീസയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടു പോയി. അവന് പറുദീസ കള്ളന് ലഭിച്ചു. സഹോദരങ്ങളെ, കണ്ടാലും ഉദ്ധിതനായ ക്രിസ്തു തോട്ടത്തിൽ നിന്ന് മറിയം മഗ്ദലനയോട് വിളിക്കുകയാണ്, മിറിയാം. ഹല്ലേലൂയ. റബൂണി. ഇതാ തോട്ടത്തിലേക്ക് ഉദ്ധിതനായവൻ ആദ്യം തന്നെ പ്രവേശിച്ചു. നമ്മളെ വിളിക്കുന്നത് തോട്ടത്തിലേക്കാണ്, പറുദീസയിലേക്കാണ്. ഈ തോട്ടത്തിലിരുന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിച്ച നമ്മുടെ സഹോദരൻ ദൈവം തന്നെ, യേശു. ഹല്ലേലൂയ. തോട്ടം വിട്ടുപോയ മനുഷ്യൻ, തോട്ടത്തിൽ ഭയം ഒളിച്ചിരുന്നവനെ തേടി വരികയാണ് ദൈവം. ഹല്ലേലൂയ. ഏദനിൽ ആദം ഒളിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ പൈതൽ. കുടുംബത്തിലായിരിക്കുവാൻ, ദൈവത്തോടെയായിരിക്കുവാൻ, ഒരു കമ്മ്യൂണിലായിരിക്കുവാൻ സൃഷ്ടിച്ച ആദം ഇപ്പോ ഒളിച്ചിരിക്കുക കുറ്റിക്കാടിന്റെ പുറയില്. സഹോദരങ്ങളെ, സക്കേബൂസിനെ പോലെ അത്തിവൃക്ഷത്തിലല്ല ഇവൻ, അത്തിയുടെ പുറകില് അത്തിയില ഉടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ ഒളിച്ചിരിക്കുന്നത്? ഭയന്നിട്ട്. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്നവൻ, ഭാര്യയെ കണ്ടപ്പോ പാട്ടുപാടിയവൻ, ഇന്ന് ഭാര്യയ്ക്കും കുറ്റം, ദൈവത്തിനും കുറ്റം. നീ കൂട്ടിന് തന്ന സ്ത്രീ.
പരിഭവിക്കുന്ന മനുഷ്യൻ. എത്ര ചാൻസാ ദൈവം തരുന്നത് ഒന്ന് കുമ്പസാരിക്കാൻ, പറുദീസയിൽ തന്നെ ഇരുത്താൻ. അവൻ കുമ്പസാരിക്കില്ലേ? ദൈവത്തെയും ജീവിത പങ്കാളിയെയും ഇന്നലെ പാടിയ സഖിയെയും കുറ്റം പറഞ്ഞ നീ കൂട്ടുന്ന സ്ത്രീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറുദീസ നഷ്ടമായെങ്കിൽ ഈശോ തിരിച്ചു വിളിക്കുകയാ. പിശാച് വിളിക്കുകയാണെന്ന് പറുദീസയിൽ നിന്ന് ഉഴലാൻ, ദൈവം വിളിക്കുകയാണെന്ന് തിരിച്ചു പറുദീസയിലേക്ക് വാ. ഹല്ലേലൂയ. വിളി കേൾക്കുന്നവര് ചുരുക്കമാണെന്ന് മാത്രം. ഹല്ലേലൂയ. ഒരു നൈൻമഷിക സുഖത്തിന് വേണ്ടി ഒരു പറുദീസ, നിത്യമായ ഒരു പറുദീസ ഉപേക്ഷിച്ച് കളയുന്ന മനുഷ്യൻ. എങ്കിലും ദൈവത്തിന് നമ്മെ പ്രതീക്ഷയുണ്ട്. മനുഷ്യൻ ആരെന്ന് അവൻ അറിയുന്നു, കാരണം അവനും ഒരു മനുഷ്യനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമൊഴികെ നമുക്ക് തുല്യനായി തീർന്ന ഇതുപോലെ തൊലിയുള്ളവൻ, കയ്യും കാലുമുള്ളവൻ, എന്റെയും ബ്രദറിന്റെയും പോലെ ഒടിഞ്ഞില്ല എന്നൊഴിച്ച് നമ്മൾക്ക് തുല്യനായവനാണ്. ഹല്ലേലൂയ. എന്നോരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും അനുദപിക്കുവാൻ സങ്കീർത്തനം 51 പറയുന്നു, അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ സന്തോഷിച്ചുല്ലസിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ തകർന്ന അസ്ഥികൾ സന്തോഷിച്ചുല്ലസിക്കുന്നു. നിങ്ങളുടെ തകർന്ന മനസ്സിന് ദൈവം സമീപസ്ഥനാണ്, നുറുങ്ങിയ ഹൃദയത്തിന് ദൈവം സമീപസ്ഥനാണെന്ന് പഴയ നിയമം പറയുന്നുണ്ടെങ്കിൽ ഇതാ പുതിയ നിയമത്തില് സുവിശേഷം ഞാനും നിങ്ങളുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് 120 പേരുടെ മേല് 120 തീനാളങ്ങളാണ് വന്നത്. ഇൻഡിവിജ്വൽ ഫയർ. യാക്കോബിനെ പ്രാർത്ഥിക്കാനും യുദ്ധത്തിന് വാളുമായി പോളാനുള്ള തീ. ഹല്ലേലൂയ. പത്രോസിന് ഭരണത്തിനുള്ള തീ, യോഹന്നാന് സുവിശേഷത്തിനുള്ള തീ. നിങ്ങൾക്കും എനിക്കും ദൈവം ആഗ്രഹിക്കുന്ന തീ തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിനോടകം തീ കത്തിപ്പടർന്നിരുന്നുവെങ്കിലെന്ന് ദൈവം അഭിലഷിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭൂമുഖം തീ പിടിച്ചിരുന്നുവെങ്കിലെന്ന് ദൈവം അഭിലഷിക്കുന്നു. എന്റെ മകളുടെ റൂമില് മൂത്ത മകൾ ഒരു അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാ പറയാ, ഒരു വാക്ക് ലോകത്തിൽ ഏറ്റവും അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. If you are what you should be, you will set the world ablaze. നീ എന്തായിരിക്കണമെന്ന്, നീ എന്തായിരിക്കുന്നത് ആയിരുന്നാൽ നീ ഈ ഭൂമുഖത്തിന് തീയിടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ ആയിരിക്കേണ്ടത് ആയിരുന്നാൽ നീ ഈ ഭൂമുഖത്തിന് തീയിടും. ആര് പറഞ്ഞെന്നറിയോ? വിശുദ്ധ കാതറിൻ ഓഫ് സിയാന. 10-25 മക്കളില് ഒരു കുഞ്ഞ്. 2 അക്ഷരം വായിക്കാനോ 2 അക്ഷരം കൂട്ടി എഴുതാനോ അറിയാൻ മേലാത്ത ഈ വിശുദ്ധ. ഹല്ലേലൂയ. ഈ വിശുദ്ധ മാർപ്പാപ്പയോട് ചെന്ന്, ഫ്രാൻസിലിരിക്കുന്ന മാർപ്പാപ്പയോട് പറഞ്ഞു, അപ് ദെൻ ഹോളി ഫാദർ, ഗോ ടു റോം. കാര്യം അവക്കൊരു ഗുണമുണ്ടായിരുന്നു, ഈശോയുമായിട്ടൊരു ഡയലോഗ്. ഈശോ എന്നും പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, പോപ്പിനോട് പറ, ഹീസ് റോങ്. ഹല്ലേലൂയ. 2 പോപ്പുണ്ടായി സഭയുടെ ഒരു വലിയ ദുർഘട കാലഘട്ടം. ഒരു പോപ്പ് റോമിലും ഒരു പോപ്പ് ഫ്രാൻസിലും ഇരിക്കുമ്പോ പോപ്പിനോട് ഫ്രാൻസിൽ ചെന്ന് പറയാൻ ദൈവം ഉപയോഗിച്ച അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത, എഴുതാൻ അറിയാൻ മേലാത്ത, എന്നാൽ ലോകത്തിൽ ഇത്രമാത്രം എഴുതപ്പെട്ട, അവളെ കുറിച്ച് എഴുതപ്പെട്ട ദ മോസ്റ്റ് റിട്ടൺ അബൌട്ട് വുമൻ എന്നാണ് സഭ അവളെ അഡ്രസ് ചെയ്യുക, അഭിസംബോധന ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, വേദപരംഗതയാണ് സഭയിൽ ആദ്യം. അത് കഴിഞ്ഞാണ് നമുക്കറിയാം ആവിലായിലെ അമ്മ ത്രേസ്യ വന്നതെങ്കിലും, പിന്നീടാണ് വേദപരംഗതയായി പ്രഖ്യാപിച്ചതെങ്കിലും സഭയിലെ ആദ്യം വേദപരംഗതയ്ക്ക് വേണ്ടി ജനിച്ച ഈ കാതറിനായിലെ വിശുദ്ധ, സിയാനയിലെ വിശുദ്ധ കാതറിന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ പറഞ്ഞ വാക്കാണ്, നീ ആയിരിക്കേണ്ടതായ ഭൂമുഖത്തിന് നീ തന്നെ തീയിടും. പ്രൈസ് ദി ലോർഡ്. ഇത് ജോൺ പോൾ മാർപ്പാപ്പ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മാർപ്പാപ്പയുടെ കൗൺസിലർ ആയിരുന്നു ഈ കാതറിൻ ഓഫ് സിയാന. പ്രൈസ് ദി ലോർഡ്. മാർപ്പാപ്പ വിളിക്കും, ഈശോ എന്ത് പറയുന്നു എന്നോട് പറ. കാതറിലെ സിയാന പറയുന്നതനുസരിച്ചായിരുന്നു മാർപ്പാപ്പ ഭരണം നടത്തിയിരുന്നു. എങ്ങനുണ്ട്? വിദ്യാഭ്യാസം വേണ്ട. വലിയ ദരിദ്രനായിരുന്ന ഡോൺ ബോസ്കോ, ഒന്നുമില്ലായിരുന്ന പട്ടിണിപ്പാവമായിരുന്ന ഡോൺ ബോസ്കോ. സഹോദരങ്ങളെ, നിങ്ങൾ വായിക്കുക ഡോൺ ബോസ്കോയെ കുറിച്ച്. ഇത് വെളി പുസ്തകവരപ്പുണ്ട്. ഈ ഡോൺ ബോസ്കോയ്ക്ക് മാമ മാർഗരറ്റ്
തെണ്ടുകയാണ്. സെമിനാരിയിൽ പോകണമെന്ന് ആഗ്രഹം, എങ്ങനെ പോവാനാ? പണമില്ല, ഉടുപ്പിന് തുണിയില്ല, പൈസയില്ല, വീട് തുടാന്തർക്ക്. ഞാൻ അമ്മ മാർഗ്രറ്റ്, വിശുദ്ധ അമ്മ മാർഗ്രറ്റിന്റെ മകനാണ്, എനിക്ക് പൈസ തരുമോ, എനിക്ക് സെമിനാരിൽ പോവാനാ, അച്ഛനാവാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മ ദാരിദ്ര്യത്തിന്റെ നടുവില് അവസാനം നാട്ടുകാർ സഹായിച്ച് പുരോഹിതനാകാനായിട്ട് വന്നപ്പോ ആ തീരുമാനം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? നീ പുരോഹിതനാകുന്നതിലും ഭേദം ഒരു കൃഷിക്കാരനായിട്ട് തെണ്ടി ജീവിക്കുന്നതായിരിക്കാം. നീ ഒരു വിശുദ്ധനാവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നീ പുരോഹിതനാവരുത്, നീ വെള്ളവസ്ത്രം ധരിക്കരുത്. വീണ്ടും പറയുകയാണ്, ആ പുരോഹിത പട്ടത്തിന് തൊട്ടുമുമ്പ് പറയുകയാണ്, യാദൃശ്യവശാൽ ഇങ്ങനെ പറയാൻ, നിർഭാഗ്യവശാൽ നീ ഒരു സമ്പന്നനായ പുരോഹിതനായാൽ നീ എന്നെ കാണാൻ വരരുത്. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നീ സമ്പത്തുള്ള ഒരു പുരോഹിതനായാൽ ഒരിക്കലും ഈ വിധവയായ അമ്മ നീ കാണാൻ വരരുത്. ഡോൺ ബോസ്കോ പറഞ്ഞു, മക്കളെ പഠിപ്പിച്ചു, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ദാൻ കമ്മിറ്റ് സിൻ. പാപം ചെയ്യുന്നതിലേറെ മരിക്കുക മക്കളെ ഭേദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡൊമിനിക് സാവിയോയെ അങ്ങനെ വളർത്തി, അവനും വിശുദ്ധനാവുക. മറിയ ഗുരുത്തിയുടെ അമ്മ ജസുന്ത അങ്ങനെ വളർത്തി. മറിയ ഗുരുത്തിയുടെ കഥ അറിയാം, 14 കുത്തുകൊണ്ട് മരിച്ചെങ്കിലും അമ്മയുടെ കഥ അധികം പേർക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മ ദാരിദ്ര്യത്തില്, മുഴുപട്ടിണിയില്, ഭർത്താവില്ലാതെ വിധവയായിട്ട് 7 മക്കളെ വളർത്തുമ്പോ മൂത്ത മകള് 11 വയസ്സുള്ള ഇവളെ അലക്സാണ്ടറോടെ ഒരു നേഷത്തെ നൈമിക സുഖത്തിന് വേണ്ടി അവൻ കുത്തിക്കൊലപ്പെടുത്തുകയാണ്. അലക്സാണ്ട്രോ തെറ്റ് നിഷേധിക്കുന്നൊക്കെ നമുക്കറിയാം. അവസാനം മരിക്കുമ്പോ പോലും, കുത്തുകൊള്ളുമ്പോ പോലും പാപം ചെയ്യുന്നതിലേറെ മരിക്കുക എന്ന് പറഞ്ഞ് കേട്ട് വളർന്ന ഈ യുവതി പറയുകയാണ്, അലക്സാണ്ട്രോ നീ നരകത്തിൽ പോകും, അലക്സാണ്ട്രോ നരകത്തിൽ പോകുന്ന ഓർത്ത് വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന മറിയ ഗുരുത്തി. ബലാത്സംഗം ചെയ്യുന്നവനെ, കുത്തിക്കൊല്ലുന്നവനെ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് മരിച്ച ആ വിശുദ്ധ ജയിലിൽ പ്രത്യക്ഷപ്പെട്ട് 14 ലില്ലിപുഷ്പങ്ങള് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് കുംഭസാരത്തിൽ മാനസാന്തരപ്പെട്ട് ഈ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുക, അമ്മേ എന്നോട് ക്ഷമിക്കുവോ? അമ്മ പറഞ്ഞ വാക്യത, ദൈവം നിന്നോട് ക്ഷമിച്ചു. ഒരു ഫ്രാൻസിസ്കൻ ഫയറായിട്ട്, മറിയ നിന്നോട് ക്ഷമിച്ചു, ഞാനും നിന്നോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. പരിഭവിക്കരുത് സഹോദരങ്ങളെ. ഈ ജസുന്ത അമ്മയ്ക്ക് ആ ദിവസം മറിയയുടെ ഖബറടക്കത്തിന്, ഇതാണ് അധികം പേർക്ക് അറിയാൻ മേലാത്ത കഥ, മറിയയുടെ ശവസംസ്കാരത്തിന് പോകാൻ പറ്റിയില്ല. കാര്യം മറ്റു കുഞ്ഞുങ്ങള് അന്ന് ദിവസം ഫോസ്റ്റർ കെയർ അഡാപ്ഷൻ എടുത്തോണ്ട് പോവുക. ഈ സ്ത്രീ എവിടെങ്കിലും ചെന്ന് ജോലി ചെയ്ത് വീട്ടുവേല ചെയ്ത് എങ്ങനെയോ ഉപജീവനം നടത്താൻ പോവുകയാണ്. നാട്ടുകാർ കുഞ്ഞുങ്ങളെ പെറുക്കിക്കൊണ്ട് പോകാൻ പോവുകയാണ് നാളെ. ജസുന്തായ്ക്ക് ഒരു ചോയ്സ് ഉണ്ട്, ജീവനുള്ള മറ്റെല്ലാ കുഞ്ഞുങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ച് എന്റെ അവസാനത്തെ ദിവസം കഴിച്ചു കൂട്ടുക, ഇല്ലെങ്കില് മറിയ ഗുരുത്തിയുടെ ശവസംസ്കാരത്തിന് പോവുക. ഈ അമ്മ ഒരു തീരുമാനമെടുത്തു, ജീവനുള്ളവരെ ശുശ്രൂഷിക്കുക മരിച്ചവരെ ശുശ്രൂഷിക്കുന്നതിൽ ഭേദം. ആ വചനം ആ ദാസി ഓർത്തു. ഹല്ലേലൂയ. ജീവിക്കുന്നവരെ ശുശ്രൂഷിക്കുക മരിച്ചവരെക്കാൾ ഭേദം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഇനി ഇതൊക്കെ ഒരു ദുർവാർത്തയാണെങ്കിലും നമ്മളെ വിഷമിക്കുന്നെങ്കിലും സദ്വാർത്ത കേൾക്കണ്ടേ? പരിശുദ്ധ സഭയുടെ ചരിത്രത്തില് 2000 വർഷത്തില് ആദ്യമായി ഒരു കുഞ്ഞിന്റെ നാമകരണ വിശുദ്ധീകരണ കാനണൈസേഷനില് ആ കൂട്ടത്തിൽ പങ്കെടുത്ത ആദ്യത്തെ അമ്മ വിശുദ്ധ ജസുന്തയാണ്. ഹല്ലേലൂയ. ഇതാ ആ അമ്മയുടെ വിശുദ്ധീകരണത്തിന് നാമകരണ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. അവളും ഒരു വിശുദ്ധയാകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, കൊലപാതകമോ മരണമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ഇക്കാലത്തുള്ളതോ വരാനിരിക്കുന്നതോ ദൂതന്മാർക്കോ അധികാരത്തിനോ എന്തിനാണ് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ പറ്റുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനാവണം, നമ്മൾ അറിയപ്പെടണമെന്നാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ പേരില് ഡോൺ ബോസ്കോയെ പോലെ, മറിയ ഗുരുത്തിയെ പോലെ, ജോൺ പോൾ മാർപ്പാപ്പയെ പോലെ. ജോൺ പോൾ മാർപ്പാപ്പ കർദിനാളാവാൻ പോയപ്പോ $200 കടം മേടിച്ചോണ്ട് പോയി 1967 മെയ് മാസം. അങ്ങ് ചെന്നപ്പോ $50 സെക്രട്ടറി അച്ഛൻ്റെ ഇരിക്കുന്നത്. അത് വെച്ച് ചുമന്ന വസ്ത്രം മേടിച്ചു കഴിഞ്ഞപ്പോ ചുമന്ന സോക്സ് മേടിക്കാം, പുറത്തൊക്കെ ചുമപ്പ് വേണ്ടേ? പാപ്പ പറഞ്ഞു, കർദിനാള്
പിതാവ് പറഞ്ഞു, കറുത്ത സോക്സ് മതി, ആരും കാണത്തില്ലല്ലോ. ഹല്ലേലൂയ. ചുമന്ന സോക്സ് മേടിക്കാൻ പൈസ ഇല്ലാത്ത കാരൽ വൈറ്റീവ ഇതാ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ. ഞാനൊന്ന് പ്രവചിച്ചോട്ടെ, ഈ മാർപ്പാപ്പ ഒരു വേദപരംഗതനാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്ക് കമ്മ്യൂണിസത്തെ തകർത്ത് കളയുവാൻ ബെർലിനിലെ വാൾ, ജെറിക്കോ മതിൽ മാത്രമല്ല, ബെർലിനിലെ വാൾ, ദ ബെർലിൻ വാൾ കെയിം ടംബ്ലിംഗ് ഡൗൺ. ദൈവത്തെ മുഖാമുഖം കണ്ട പരിശുദ്ധൻ ഇതാ മിഖായേൽ ഗോർബച്ചോ മുഖം കണ്ടപ്പോ പറഞ്ഞു, പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ കാണുന്നവൻ ദൈവത്തെ കാണണം. നിങ്ങളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. നിങ്ങൾ കണ്ണാടി പോയി നോക്ക്, ആരുടെ ഛായയാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ ഛായയെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അറിയാം, സിൻ മേക്സ് us ugly. പാപം നമ്മളെ വിപരീതമായി മാറ്റുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കയ്യിൽ, യേശുവിന്റെ കയ്യിൽ വിശുദ്ധീകരണമുണ്ട്. ക്രിസ്ത്യാനി സ്വന്തം പാപമോചനത്തിൽ വിശ്വസിക്കുന്നവനല്ല, ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഇവിടെ ചെയ്യുന്ന സൽപ്രവർത്തികളിലൂടെ കിട്ടുന്ന ഒരു സ്വർഗത്തിലല്ല ക്രിസ്ത്യാനി പ്രതീക്ഷിക്കുന്നത്. പിന്നെയോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അമർത്യനായവൻ മരിച്ച ദൈവം ചെയ്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. Christianity is about grace. It is not what we do, it is what God did for us. ഇത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോ അവനൊരു വിശുദ്ധനായി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പൊ നോക്കുമ്പോ അറിയാം, ടിവിയിൽ ഇരിക്കുന്നവര്, ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം ആരൊക്കെയാണ് സ്നേഹിക്കപ്പെടുന്നവരെന്ന്. പ്രേമത്തിൽ വീണിരിക്കുന്നവർ ആരാണെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ. ഹൃദയത്തിൽ ആരിരിക്കുന്നെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം. മുഖത്തിന്റെ ഷേപ്പ് മാറ്റരുത്, ഹൃദയമാണ് മാറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ പറയുകയാണ്, ഹൃദയത്തിൽ നിന്ന് മുഖം പ്രതിഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് തിരുവചനമല്ലേ? വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ഒന്ന് ഓർക്കുക, ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ ഓർക്കുന്നു, ഒരു രോഗി എന്നെ കാണാൻ വന്നത്, 46 വർഷമായിട്ട് സ്വർഗബോധത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ സ്ത്രീ, ഡിപ്രഷനാണ്. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് സഭ വിട്ടുപോയ സ്ത്രീ. ഈ സ്ത്രീയുടെ ഡിപ്രഷന് കാരണം എന്നാണെന്ന് മെഡിക്കൽ റെക്കോർഡിലൂടെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരുന്നെടുക്കണം. സ്ത്രീ പറയാം, അദ്ദേഹം പുരുഷനെ പോലെ ഡ്രസ് ചെയ്തിരിക്കുന്നു. ഈ സ്ത്രീയെ കൊണ്ട് മുറി വെച്ചിട്ട് എന്റെ നഴ്സിംഗ് സെക്രട്ടറി എന്ന് പറയാണ്, നഴ്സിംഗ് പറയാണ്, ഇറ്റ് ഇസ് എ ഷീ. എനിക്ക് വിഷമം തോന്നി, ഒരു മനുഷ്യനെ കുറിച്ചാണല്ലോ ഇറ്റ് എന്ന് പറയുക. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ നീ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ എന്നെ അനുവദിക്കണമേ. നിന്നെ പോലെ ഈ വ്യക്തിയെ ശുശ്രൂഷിക്കാൻ എന്നെ അനുവദിക്കണമേ. കയറി ചെന്നപ്പോ ഐ വാസ് മൂവ്ഡ് വിത്ത് പിറ്റി ആൻഡ് കമ്പാഷൻ. ഹല്ലേലൂയ. ഈ സ്ത്രീയോട് നീ ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞപ്പോ സ്ത്രീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുക. കണ്ടാ നിനക്ക് മനസ്സിലാവില്ലേ ഞാൻ അല്ലെന്ന്? ഈ സ്ത്രീക്കൊരു ഹോംവർക്ക് കൊടുത്തു വിട്ടു. വീട്ടിൽ പോയിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കുക, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. അമേരിക്കൻ യുവതി, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. പല്ല് തേക്കാൻ കണ്ണാടി വരുമ്പോ ഇത് കാണാതെ നീ പറയണം, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. 100 പ്രാവശ്യം, 200 പ്രാവശ്യം, 500 പ്രാവശ്യം, 1000 പ്രാവശ്യം നീ ഒരു ദൈവ പൈതലെന്ന് നീ വിശ്വസിക്കുവോളം, ഈ സത്യത്തിൽ നീ മുങ്ങിക്കുളിക്കുവോളം നീ ആവർത്തിച്ച് ഈ സത്യം പ്രഘോഷിക്കുക, പറയുക. എന്നിട്ട് തന്നെ വന്ന് കാണുക. സ്ത്രീ തിരിച്ചു വന്നു. 4 മാസമായിട്ട് മടങ്ങാത്ത കാല് മടങ്ങാനുള്ള ലക്ഷണം കാണിച്ചോണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നേരവും മടങ്ങുന്നില്ല. സ്ത്രീ പറഞ്ഞു, നീ എവിടാ പള്ളി പോകുന്നത്? ഞാൻ പറഞ്ഞു, ഏത് ദിവസം എവിടാന്ന് വെച്ചനുസരിച്ചാ പള്ളി. എനിക്ക് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ കഴിയുന്നതിന് മുമ്പ് ഞാൻ പള്ളി വിട്ടതാ. എനിക്കിപ്പോ ഒന്നും അറിഞ്ഞുകൂടാ പള്ളിയെ. അതിന് RCA പ്രോഗ്രാമാണ്. 6 മാസം ക്ലാസ് എടുത്ത് കുമ്പസാരിക്കാൻ അവളത്. കുമ്പസാരിച്ചപ്പോ അതിന്റെ കാലം മടങ്ങി. ഹല്ലേലൂയ. ഇപ്പോ എന്നെക്കാട്ടി മുമ്പിൽ പള്ളിയിൽ 20 മിനിറ്റ് മുമ്പ് ആ സ്ത്രീ എത്തും. പള്ളി കഴിഞ്ഞാൽ എന്നെ പോലെ തിടുക്കത്തിൽ ഓടില്ല. അവിടെ ഇരുന്ന് പറഞ്ഞത് ധ്യാനിക്കും. ജപമാല ചൊല്ലുന്ന ഒരു വിശുദ്ധ സ്ത്രീയായി മാറി. സഹോദരങ്ങളെ, ഭൂതോച്ചാടനം നടത്തുമ്പോൾ നീ ഒരു ദൈവ പൈതലാണെന്ന് പറയുമ്പോ പിശാച് ഓടിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന് അറിയാവുന്ന സത്യവും നമുക്കറിയാൻ മേലാത്ത ഒരു സത്യവുമാണ്. നിങ്ങൾ വിശ്വസിക്കണം,
നിങ്ങൾ മറ്റൊരു ക്രിസ്തുവാണ്. പിതാവായ ദൈവത്തിന്റെ പൈതലാണ്. മാമോദീസായാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളുടെ ഹൃദയം തന്നെ മാറ്റപ്പെട്ടു. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. പറഞ്ഞില്ലേ, നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റും, നിന്റെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കുമെന്ന് എസേക്കിയലിലൂടെ പറഞ്ഞില്ലേ? മാലിന്യം എടുത്തു മാറ്റും, ശിലാഹൃദയം എടുത്തു മാറ്റും. മാംസളമായ ഹൃദയം, യേശുവ തന്നെ തിരുഹൃദയം വിശുദ്ധമായ നിന്നിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. നിന്റെ വിഗ്രഹാരാധന നിന്നിൽ നിന്ന് നീക്കം ചെയ്യും. നീ എനിക്ക് ജനവും ഞാൻ നിനക്ക് ദൈവവുമായിരിക്കുമെന്ന് എസേക്കിയലിലൂടെ നമ്മളോട് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ഇതാ, ആ രക്തം കുടിക്കുമ്പോൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നില്ലേ? ഈശോയുടെ രക്തം സിരകളിലൂടെ ഒഴുകുന്നവർ, ഈശോയുടെ ഹൃദയം, ഈശോയുടെ വിശുദ്ധ കുർബാന സ്വന്തം ഹൃദയത്തിൽ ആയിരിക്കുന്നവര്. ഹല്ലേലൂയ. ഇതാ, അടുത്ത ആരാധനയിലോട്ട് കടക്കുമ്പോൾ നമ്മളല്ലേ ഈ മോൺസ്ട്രൻസ്? പരിശുദ്ധ അമ്മയെ മോൺസ്ട്രൻസ് വിളിക്കും. ഈശോ ഉദരത്തിൽ വന്നപ്പോ, ഈശോ ഉദരത്തിൽ വരുമ്പോൾ നമ്മൾ ആവുകയല്ലേ? ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ അവൻ ആരെന്ന്. ഹല്ലേലൂയ. ഒന്നാർക്കുക, നമ്മുടെ പിതാവ് ആരെന്നുള്ളതാണ് നമ്മുടെ വില. നമ്മുടെ പിതാവ് ഞാൻ അമേരിക്കൻ സിറ്റിസനാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ, അല്ല നമ്മുടെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എന്തൊരു വിലയാ. പ്രൈസലോ. ഹല്ലേലൂയ. നടപ്പിന് മാറ്റമുണ്ട്, സംസാരത്തിന് മാറ്റം ഉണ്ടാവും. പ്രൈസലോ. കൂടെ നടക്കാൻ ആള് കാണും. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ നടക്കാൻ കാവൽമാരാകെയുണ്ട്. സ്വർഗം മുഴുവൻ നിങ്ങളെ വലുതായി വിലയുള്ളവനായി കാണുന്നു. മനുഷ്യൻ എന്ത് പറഞ്ഞാലും അത് നുണയാണ്. യെശയ്യായ പ്രവചനത്തോടെ പറയുന്നു, മനുഷ്യന്റെ വാക്കിന് നീ വില കൽപ്പിക്കരുത്, അതൊരു നാറുന്ന ശ്വാസം മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിന്നെക്കുറിച്ച് ഈ വിശുദ്ധ ലേഖനത്തില് പറഞ്ഞിരിക്കുന്നു. എന്താ നിന്നെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറി വായിച്ചാ പോരാ, ബൈബിള് വായിക്കണം, ഗൂഗിൾ വായിച്ചാ പോരാ. ഹല്ലേലൂയ. ബൈബിള് വിശ്വസിക്കണം. ഗൂഗിൾ വിശ്വസിച്ചാൽ ക്രിസ്ത്യാനി ആവില്ല. ഭൂരിപക്ഷം തീരുമാനിക്കുന്നതല്ല ക്രിസ്ത്യാനി. സനാതന സത്യം ഒരിക്കലും മാറ്റപ്പെടാത്ത ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവനാണ്, അത് ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആ വചനം പറയുന്നു, നീ ദൈവ പൈതലാണ്. ഒരു ദിവസം ഒരു സ്വയംഭോഗത്തിന് അടിമപ്പെട്ട ഒരു കുഞ്ഞ്, അവളുടെ അപ്പൻ അവളെ ഉപദ്രവിച്ചു. അപ്പൻ ദുരുപയോഗം ചെയ്ത ഈ മകളെ സ്വയംഭോഗത്തിന് അടിമയായിട്ട്, ആത്മഹത്യ പ്രവണതയായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ, ഹല്ലേലൂയ, സ്വർഗം വിലപിക്കുന്നത് കണ്ടപ്പോൾ, കാവൽമാനാക വിലപിക്കുന്നത് കണ്ടപ്പോൾ, ഈ സഹോദരിയോട് സംസാരിച്ചപ്പോൾ എല്ലാം ഏറ്റുപറഞ്ഞു. ഈ സഹോദരിയോട്, നീ ദൈവത്തിന്റെ ആലയമാണ്, ഈ ആലയം മനുഷ്യൻ പണിഞ്ഞതാണ്, എന്നാൽ നിന്നെ ദൈവം പണിഞ്ഞതാണ്. ഈ ആലയം വിശുദ്ധമാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ സ്വയംഭോഗം ചെയ്യുവോ നീ? ഇല്ല. കാരണം ഈ ആലയം വിശുദ്ധമായതുകൊണ്ട്. ഇത് മണ്ണും തടിയും കട്ടയും സിമന്റും കമ്പിയും. നിന്റേതോ? ഇവിടെ തിരുസാന്നിധ്യമുണ്ട്, സമ്മതിക്കുന്നു. നിന്നിലോ? ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരമെന്ന് പൗലോസ്ലീഹ ഉറപ്പ് തരുന്നില്ല? ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നപ്പോ ഈ സ്ലീഹന്മാര് പറഞ്ഞതൊക്കെയല്ലേ പുതിയ നിയമമായി മാറിയത്? പിന്നീട് കോരിന്ത്യർക്കുള്ള ലേഖനത്തില് പരിശുദ്ധ പൗലോസ്ലീഹ 3-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, നിങ്ങളാണ് കൽഫലകങ്ങളിലല്ല, മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഹൃദയ ഫലകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ സുവിശേഷങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. മറ്റുള്ളവർ വായിക്കുന്ന സുവിശേഷങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാണ് ഈ തിരുവചനം പറയുന്നത്. മറ്റുള്ളവർ കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, മാർക്ക്, ലൂക്ക് അല്ല, ഗോസ്പൽ അക്കോർഡിംഗ് ടു ടോബി ആൻഡ് കുഞ്ഞുമോൻ. ഹല്ലേലൂയ. ആൻഡ് യു, നിങ്ങളുടെ നാമം അവിടെ ഉണ്ടാകണം. സഭ നിങ്ങളെ മറക്കില്ല, ലോകം നിങ്ങളെ മറക്കില്ല. ഒരുപക്ഷെ അൽഫോൻസാമയെ പോലെ ആരും അറിയാത്ത ശവോടക്കാരിക്കാൻ കിട്ടുക, ആരും അറിയാത്ത 13 പേരുടെ 17 പേരുടെ ശവസംസ്കാരമായിരിക്കാം ലഭിക്കുക. നിങ്ങൾ കിടന്ന പായെടുത്ത് ദൂരെ എറിയുകയായിരിക്കാം സംഭവിച്ചത്. നിങ്ങൾ ഒരുപക്ഷെ ഭാരമായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. നീ ദേവാലയമാണ്, നീ അതിവിശുദ്ധമാണ്, നീ കാനനാസ് ചെയ്യപ്പെടേണ്ട വിശുദ്ധനാണെന്ന് തിരുലിഖിതം പറയുന്നു. അത് ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ എത്ര വിലപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പുറകില്ല ബ്രദറെ,
ഇന്ന് ഞാൻ ആരും അറിയാതെ ഉള്ളിലിരുന്ന് തേങ്ങുന്നവനാ. സഹോദരങ്ങളെ, ജീവിതം തുടങ്ങിയത് വിജയത്തോടെയാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പന്റെ ബീജത്തിൽ നിന്ന് ലക്ഷോപലക്ഷം മില്യൺസ് ഓഫ് നമ്മുടെ സഹോദരങ്ങളാണ് റേസ് തുടങ്ങിയത്. അമ്മയുടെ ഉദരത്തിലേക്കൊന്ന് കയറാൻ നമ്മളായിരുന്നു ഒന്നാമത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറിയ ചാമ്പ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം തുടങ്ങി തന്നെ ഒരു റേസ് വിജയിച്ചോണ്ടാണ്. സോ your life started with a victory. You are not a victim, you are a victor. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങളെ victim of the past എന്ന് വിളിക്കരുത്. You are a victor in Christ. You are a victor in Christ Jesus. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. യേശുവിലൂടെ വിജയം വരിച്ചവരാണ് ക്രിസ്ത്യാനികൾ. ഇനി ഒരു ക്രിസ്തുവിനെ പോലെ ജീവിച്ചു തുടങ്ങുക. ഇന്നാണ് ആ സുദിനം. ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, പഴയ മനുഷ്യരെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. ഒരു വചനം കേട്ടപ്പോ അതെന്നെ മാറ്റിമറിച്ചു. ഒരൊറ്റ വിത്ത് അത് വളർന്ന് 99 മുതല് ഇന്നിപ്പം 2015 ചെറിയ കായും പുഷ്പങ്ങളും ഒക്കെ പുഷ്പിക്കാൻ തുടങ്ങി. ഒന്നും ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഇത് വളരേണ്ടിയിരിക്കുന്നു. ഈ സ്വർഗരാജ്യം ലോകത്തിന്റെ അതിർത്തി വരെയും ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവന്റെ വൃക്ഷം ക്രിസ്തുവാകുന്ന വചനം വളർന്ന് പന്തലിച്ച് മറ്റുള്ളവർക്ക് താങ്ങും തണലും ഫലവുമേകുന്ന വൃക്ഷമായി ലോകത്തിന്റെ അതിർത്തികളോളം പടരേണ്ട സ്വർഗരാജ്യവും സുവിശേഷവുമാണ് ഇന്ന് 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 നിങ്ങൾ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ക്രിസ്ത്യാനി വിശ്വസിക്കണം സഹോദരങ്ങളെ. ക്രിസ്ത്യാനി വിശ്വാസിയാണ്. അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവിനോട് ദൈവത്തിന്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. റോമർ 5:4. അതിനാൽ ഇങ്ങനെ പറയുന്നു, റോമർ 5:4 പറയുന്നു, ഞങ്ങളുടെ ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെന്നാൽ സഹനശീലം, ഈ ദുരിതം, ഈ ക്ലേശം നമുക്ക് സഹനശീലവും, സഹനശീലം ആത്മസംയമനം, ആത്മസംയമനം പ്രത്യാശയും നമ്മൾക്ക് നൽകുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. അതിനാൽ നാം പ്രത്യാശയുള്ളവരാണ്. സഖറിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം ദൈവം ഇന്ന് നിങ്ങളോട് വിളിക്കുകയാണ്, നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. പ്രത്യാശയുടെ തടവുകാരെ എന്ന് ഉറക്കെ പറഞ്ഞേ. പ്രത്യാശയുടെ തടവുകാര്, പ്രത്യാശയുടെ തടവുകാര്. ഒന്ന് ആലോചിച്ചു നോക്കുക. Present in hope, no despair, no depression, I can't get out. നിങ്ങൾ എന്നെ പ്രത്യാശയില് ജയിലിലടക്കിയ കെട്ടിയിടുക. എങ്ങനുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന് ഈ പ്രത്യാശയിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും മാറ്റാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞുമോൻ ബ്രദറിനെ എന്നെ മാറ്റാൻ പറ്റും? തളർവാദത്തിനോ, പീഡനത്തിനോ, വേദനയ്ക്കോ, ദുരിതത്തിനോ? ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ നഗ്നനല്ല. ആദാമിനെ പോലെ അത്തിവൃക്ഷത്തിന്റെ തല പറിച്ച് തുന്നി മാറരുത്, മുഖം മറയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സൗന്ദര്യത്തിന് പൗഡറിന്റെ ആവശ്യമില്ല, വൈറ്റ് വാഷിന്റെ ആവശ്യമില്ല, മുടി മാറ്റേണ്ട, കളർ മാറ്റേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രത്യാശയുടെ തടവുകാർ. എന്താണ് ഈ പ്രത്യാശ? ഈ കുരിശുകള്, ഈ പർവ്വതങ്ങള് എന്നെ രാജാവാക്കാനാ. ഞാൻ പറയും, ഗോലിയാത്തിനെ ദൈവം സൃഷ്ടിച്ചതും നിർത്തിയതും ദാവീദിനെ രാജാവാക്കാനാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിസന്ധി എന്തിനാ? നിങ്ങളെ ഫേമസ് ആക്കാനാ. ഈ വീഴ്ചയില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോ ഇവിടെ വരുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രതിസന്ധികളിൽ പതറരുത്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വചനം പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനും കൂടാണ് നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, കക്ഷത്തിൽ ഇരിക്കുന്നതും പോകരുത്, ഉത്തരത്തിൽ ഇരിക്കുന്നത് വേണം താൻ.
It doesn't work like that. ഒന്നീ കക്ഷത്തിലിരിക്കുന്ന ഈ സുഖം, ഹല്ലേലൂയ, ഇല്ലേൽ ഉത്തരത്തിലിരിക്കുന്ന മുകളിലിരിക്കുന്ന ഈ പരമാനന്ദ സുഖം. പ്രൈസ് ദി ലോർഡ്. ഏതാ എളുപ്പം ഈ ലോക ജീവിതത്തിലെ, സുഖമോ സഹനമോ? സഹനം തന്നെ. ഇവിടെ അധികം സൂഹിക്കാൻ പറ്റത്തില്ല, ഭ്രാന്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ പിശാച് പഠിപ്പിക്കുന്ന ഒരു തെറ്റുണ്ട്. ക്രിസ്ത്യാനികളെ ഹീത്തനിസ്റ്റിക്, എന്നാൽ ഹീത്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്നാന്ന് ശരിക്കും സുഗലോലുപരോ അല്ലെങ്കിൽ ജെന്റയൽ, അക്രൈസ്തവർ. അവനുള്ള കുഴപ്പം എന്നറിയോ? കുറച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും ഭൂരിപക്ഷം അക്രൈസ്തവർ തന്നെയാണ്, നാമധേയ ക്രിസ്ത്യാനികൾ മാത്രമാണ്. എങ്ങനെയും സഹനം ഒഴിവാക്കണം, അല്പം സുഖിക്കണം. ഇവരെല്ലാം ഹീതൻസാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശ് ഒഴിവാക്കുന്നവൻ, ഈശോ പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? കുരിശെടുത്തോണ്ട് പിന്നെ വരാനല്ല പറഞ്ഞത്. നിന്നെ ആദ്യം സ്വയം ത്യജിക്ക്, എന്നിട്ട് കുരിശെടുത്തോണ്ട് വാ. ഇതുകൊണ്ടാണ് കുരിശെടുത്ത് തോളെ വെക്കും സ്വയം ത്യജിക്കാത്തതുകൊണ്ട് സ്വയം വേദനിക്കുന്നത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കുരിശിൽ പരിഭവിക്കുന്നത് സ്വയം മരിച്ചിട്ടില്ലാത്തവൻ. ക്രിസ്ത്യാനി മരിച്ചവനും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനും ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനുമാണ്. ഹല്ലേലൂയ. അവന് മരണമില്ല. ഇതാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുവശത്ത് കിടന്ന കള്ളൻ എന്ത് ചെയ്തു? ഇവൻ ദൈവപുത്രനാണ്, ഇവൻ ദൈവമാണ്. കൊല്ലുന്നവനോട് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് മരിക്കുന്നവൻ, കൊല്ലുന്നവന്റെ പരമനന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ അനുഗ്രഹിച്ച് മരിക്കുക. എന്ന് ഇത് എനിക്കൂടെ ആയിക്കോട്ടെ. ഹല്ലേലൂയ. അവൻ പറുദീസ അടിച്ചു മാറ്റി. മറ്റവൻ നമ്മളെപ്പോലെ പ്രാർത്ഥനക്കാരനാണ്. അവൻ എങ്ങനെ പ്രാർത്ഥിച്ച്? നീ ദൈവമല്ലേ, നീ ഇറങ്ങ്, ഞങ്ങളെയും കൂടെ. മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ്. എന്നെ ഇറക്കാനല്ല, എന്നെ പോലെ അപ്പുറത്ത് കിടന്ന് പിടയ്ക്കുന്ന എന്റെ സഹോദരനെ പോലെ അവനെയും കൂടെ ഇറക്ക്. അവൻ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. മറ്റവൻ എന്ത് പറഞ്ഞു? ഒരാൾ പറഞ്ഞു ഗെറ്റ് മീ ഡൗൺ, യു ഗെറ്റ് ഡൗൺ ആൻഡ് ഗെറ്റ് us down. പത്രോസ് പറഞ്ഞ പോലെ നമുക്ക് 3 പേർ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന നന്ന് നമുക്ക് 3 കൂടാരം കെട്ടാം, ആൾക്കാരൊക്കെ വിളിച്ച് വലിയ ശുശ്രൂഷ തുടങ്ങാം, സൗഖ്യ ശുശ്രൂഷ തുടങ്ങാം. മറ്റേ കള്ളൻ, നല്ല കള്ളൻ പറഞ്ഞു ഇതാ ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജ്യത്വത്തിൽ എന്നെ ഇറക്കണമെന്നല്ല, കുരിശേന്ന് താഴോട്ട് ഇറക്കണമെന്നല്ല, നിന്റെ രാജ്യത്തിൽ വരുമ്പോ എന്നെ മേപ്പോട്ട് കൊണ്ടു. ഇതാണ് ലാസറിന് ലഭിച്ച ഭാഗ്യവും ആ പേരില്ലാത്ത ധനവാന് ലഭിച്ച നഷ്ടവും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സുഖം, വരാനിരിക്കുന്ന ലോകത്തിലെ സഹനം, ഈ ലോകത്തിലെ സഹനം, വരാനിരിക്കുന്ന ലോകത്തിലെ പരമാനന്ദ സുഖം ഒന്ന് തെരഞ്ഞെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. നല്ല കള്ളനാവുക. ഹല്ലേലൂയ. നമ്മളെല്ലാം കള്ളന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല കള്ളനാവുക, പറുദീസ അടിച്ചു മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ നോക്കുക, കുരിശിൽ കടന്ന് ഇതെന്റെ നന്മയ്ക്കാണ്, ഞാനിതിന് അർഹനാണ്, നീയോ പരിശുദ്ധനാണ്. സുഭാഷിതം പറയുന്നു പരിശുദ്ധൻ ആരെന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം. അവന് വിവേകം ഉണ്ടായി. ദൈവഭക്തിയാണ് ജ്ഞാനം, അവന് ജ്ഞാനം ഉണ്ടായി. അവൻ പറഞ്ഞു എന്നെ മേപ്പോട്ട് കൊണ്ടുപോകണേ, നിന്റെ രാജ്യത്വത്തിൽ വരുമ്പോ എന്നെ ഓർത്തോണേ. ഉടനെ ഈശോ എന്ത് പറഞ്ഞു? ശുദ്ധീകരണ സ്ഥലത്തൊന്നും നിന്നെ വിളിക്കാന്നാണ് പറഞ്ഞേ. എന്ത് പറഞ്ഞു? ഇന്ന് നീ എന്നോടുകൂടെ തോട്ടത്തിലായിരിക്കും, പറുദീസയിലായിരിക്കും. ഈ ലോകത്തിലെ കുരിശ് സന്തോഷപൂർവ്വം സഹിച്ച് അതെനിക്ക് അർഹനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുമ്പസാരിക്കുന്നവന് ഹല്ലേലൂയ. ഇതാ പറുദീസ ഇവിടെ തന്നെ, സ്വർഗരാജ്യം ഇവിടെ തന്നെ. നിങ്ങൾ സ്വർഗത്തിലാണോ പിറുപിറുക്കുന്ന നരകത്തിലാണോ? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ അതോ ഒരു ഹീതനാണോ? എങ്ങനെയും സഹനം ഒഴിവാക്കി, എങ്ങനെയും അല്പം സുഖിച്ച്, സുഖലോലുപതയിലും അല്പം അത്യാസക്തിയിലും ജീവിത വ്യഗ്രയിലും കഴിയുന്ന നാമധേയ ക്രിസ്ത്യാനി, നിങ്ങൾ മൂലം വിജാതീയരുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കാൻ ഇടയാകരുതെന്ന് പരിശുദ്ധ പൗലോസ്ലീഹ റോമർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം തിരുവചനം. നിങ്ങൾ മൂലം ദൈവത്തിന്റെ നാമം വിജാതീയരുടെ ഇടയിൽ ദുഷിക്കാൻ ഇടവരരുതേ ക്രിസ്ത്യാനികളെ. ഒന്നുകിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ ഇത് വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അക്രൈസ്തവനായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പ്രത്യാശ ഉണ്ടായിരുന്നു. കാര്യം ക്രിസ്തുവിനെ
അനുകരിക്കുകയും ക്രിസ്തു പോലെ ജീവിക്കുകയും വേണ്ടായിരുന്നല്ലോ. പ്രൈസലോ, ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്തു എന്ന നിലയിൽ കുരിശ് വഹിക്കാൻ യോഗ്യത ലഭിച്ചവൻ അതിൽ അഭിമാനിക്കട്ടെ. സഹനങ്ങളില് ഒരു പറുദീസ സ്വന്തമാക്കട്ടെ. സ്വർഗരാജ്യം ഇവിടെ തന്നെ ക്രിസ്തുവിനോടൊപ്പം. ക്രിസ്തു ഉള്ളിടമല്ലേ സ്വർഗം? ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ എവിടാ നിങ്ങള്? സ്വർഗത്തിലാ. ഹല്ലേലൂയ. അവനാണ് നമ്മുടെ സമാധാനം. നമ്മൾ എന്ത് ചെയ്യും? യുദ്ധം തീർക്കാൻ ശ്രമിക്കുകയാണ്. Absence of war is not peace. Peace is how you feel in the midst of war. യുദ്ധത്തിന്റെ നടുവില് ആയിരങ്ങൾ വലതുവശത്ത് മരിച്ചു വീണേക്കാം, 10,000 ഇടതുവശത്തും. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ഞാൻ നിന്റെ കൂടെ എന്നുള്ളതല്ല, പുതിയ നിയമത്തില് നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൂടെ ഉള്ളതിനാൽ നിനക്കൊരു അനർത്ഥവും സംഭവിക്കില്ല. നിന്നെ കൊണ്ട് ഞാൻ മേപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. നീ ഹൃദയം തുറക്ക്. നീ യേശുവിനെ ഉള്ളിലേക്ക് വിളിക്ക്. നീ ആയിരിക്കുന്നിടത്ത് ഞാനുമായിരിക്കും. നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. പിന്നീട് ഞാനായിരിക്കുന്നിടത്ത് നീയുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ മറ്റൊരു ക്രിസ്തു എന്ന് വിശ്വസിക്കാത്തവർക്ക് നിങ്ങൾക്ക് വേറൊരു വചനം. യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടുന്ന് ദൈവത്തിന്റെ വലതുവശത്ത് എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് നിങ്ങളിപ്പോ ഇവിടെ. ഹല്ലേലൂയ. സ്നേഹത്തിൽ നമുക്ക് പൂർണ്ണത കൈവന്നിരിക്കുന്നു. അന്തിമ വിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. എന്നാൽ സ്നേഹത്തിൽ നമുക്ക് പൂർണ്ണത കൈവന്നിരിക്കുന്നു. സ്നേഹം ഭയത്തെ ബഹിഷ്കരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമ്പൂർണമായ സ്നേഹത്തിൽ ദൈവം സ്നേഹമാണ്. ആ ദൈവസ്നേഹം ക്രിസ്തുവിലൂടെ സകല ജനത്തിനു വേണ്ടി ചൊരിച്ചു തന്ന, ക്രിസ്തു കുരിശിൽ ഒഴുക്കിത്തന്ന രക്തവും അവന്റെ തിരുഹൃദയവും ഭക്ഷിക്കുന്ന നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒരു ക്രിസ്തുവായിട്ട്, ക്രിസ്തുവിന് അഭിമാനമായിട്ട് അപമാനമാകാതെ ജീവിക്കാൻ ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. ദൈവം അതിന് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതാ ദൈവം ഇത്ര സമീപത്തുള്ള മറ്റേതൊരു ജനതയാണുള്ളത്. നിയമാവർത്തനം 4-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം. വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര സമീപസ്ഥായിട്ടുള്ള സജീവ സാന്നിധ്യമുള്ള മറ്റേതൊരു ജനതയാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ക്രിസ്ത്യാനി ആരാധിക്കുന്നവനും സ്നേഹമാണ് ആരാധന, സ്നേഹിക്കുന്നവനുമാകണം. സ്നേഹം ദൈവമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ നിത്യത, ഈ സ്വർഗം ഇപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾ യേശുവിനെ ഉള്ളിലേക്ക് വിളിച്ചാൽ ഇപ്പൊ വിളിക്കുക, ഈശോയെ നിന്റെ ഉള്ളിലേക്ക് വാ, നിന്നെ ഞാൻ രാജാവായി വാഴിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു രാജാവായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ സ്വർഗമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.